ഹലോ നമസ്കാരം. സഹകാരി റേസ് പ്ലസിന്റെ മറ്റൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്ത്യ പാരാലിമ്പിക്സിനും ഒളിമ്പിക്സിനും പിന്നെന്താണ് ചെസ് ഒളിമ്പിയാഡിനും ഒക്കെ ശേഷം മറ്റൊരു ചരിത്ര നേട്ടവുമായി വീണ്ടും വന്നിരിക്കുകയാണ്. എന്താണെന്നല്ലേ, ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ്. ഇന്ത്യക്ക് വീണ്ടും ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗിൽ വിജയം കൈവരിക്കാനായിരിക്കുകയാണ്. എന്താണ് വസ്തുതകളെന്ന് നോക്കാം. ക്ലാസ്സിലേക്ക് കിടക്കാം. ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി. ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് ഹോക്കി കിരീടം നേടിയ രാജ്യം ഇന്ത്യ. 2024 ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് ഹോക്കി കിരീടം നേടിയ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ ഇത് ആദ്യമായിട്ടല്ല ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് ഹോക്കി കിരീടം നേടുന്നത്. നമ്മുടെ ദേശീയ കായിക വിനോദമാണ് ഹോക്കി. അതുകൊണ്ട് തന്നെ ഹോക്കിയിലെ ഒരു വിജയവും നമ്മൾ ആർക്കും വിട്ടുകൊടുക്കില്ല. ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് ഹോക്കി കിരീടം 2024 ഇന്ത്യ, 2023 ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് ഹോക്കി കിരീടം നേടിയത് ഇന്ത്യ തന്നെയാണ്. ചൈനയെ തോൽപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ 5ാമത് ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫിയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. എത്രാമത്തേതാണ്? 5ാമത്തെ. ഇന്ത്യ ഈ നേടുന്നത് 5ാമത്തെ ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് ട്രോഫിയാണ്. ഓർത്തിരിക്കുക, ഇന്ത്യ 2024 തോൽപ്പിച്ചത് ചൈനയെയാണ്. ചൈനയെ തോൽപ്പിച്ചാണ് ഇന്ത്യ കിരീടം നേടിയത്. ചൈന ഇതാദ്യമായിട്ടാണ് ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് ഹോക്കി ഫൈനൽ കളിക്കുന്നത്. ഓർത്തിരിക്കുക, ചൈന ഇതാദ്യമായാണ് ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് ഹോക്കി ഫൈനലിൽ മത്സരിക്കുന്നത്. അപ്പോൾ ചൈനയുടെ ആദ്യത്തെ ഫൈനൽ മത്സരം ചൈന തോറ്റിരിക്കുന്നത് ഇന്ത്യയോടാണ്. ജുഗ്രാജ് സിംഗിന്റെ ഫൈനലിലെ ഗോളിലൂടെയാണ് ഇന്ത്യ കിരീടം നേടിയത്. ചൈനയെ തോൽപ്പിക്കുക എന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമായിരുന്നില്ല. ജുഗ്രാജ് സിംഗിന്റെ ഒരൊറ്റ ഗോളിലൂടെയാണ് ഇന്ത്യ കിരീടം നേടിയത്. ഫൈനൽ മത്സരത്തിൽ ഗോൾ നേടിയ വ്യക്തിയാണ് ജുഗ്രാജ് സിംഗ്. ജുഗ്രാജ് സിംഗിന്റെ ഫൈനലിലെ ഗോളിലൂടെയാണ് ഇന്ത്യ കിരീടം നേടിയത്. ചാമ്പ്യൻസ് ലീഗിൽ ചൈന ആദ്യമായാണ് ഫൈനൽ കളിക്കുന്നത്. നമ്മൾ പറഞ്ഞു, ചാമ്പ്യൻസ് ലീഗിൽ ചൈന ആദ്യമായിട്ടാണ് ഫൈനൽ കളിക്കുന്നത്. ഇന്ത്യൻ ഹോക്കി ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ് ആണ്. ഓർത്തിരിക്കുക, ഹർമൻപ്രീത് സിംഗ് ആണ് ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ. ഇന്ത്യൻ ഹോക്കി ടീമിന്റെ കോച്ച് ആരാണ്? നമ്മൾ പഠിച്ചിരിക്കണം. കാര്യം, ഒളിമ്പിക്സിൽ ഇന്ത്യ വെങ്കല മെഡൽ നേടിയതാണ്. ഹോക്കി ചാമ്പ്യൻസ് ലീഗിൽ ഇന്ത്യ പിന്നെയും വിജയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഹോക്കി ടീം കോച്ചിനെ കൂടി നമ്മൾ ഓർത്തിരിക്കുക. ക്രെയ്ഗ് ഫുൾട്ടൺ ആണ് ഇന്ത്യൻ ഹോക്കി ടീമിന്റെ കോച്ച്. ക്രെയ്ഗ് ഫുൾട്ടൺ ആണ് ഇന്ത്യൻ ഹോക്കി ടീമിന്റെ കോച്ച്. ഇന്ത്യയുടെ 5ാമത്തെ കിരീടമാണിത്. ഇന്ത്യയുടെ ചാമ്പ്യൻസ് ലീഗിലെ ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗിലെ 5ാമത്തെ കിരീടമാണ് 2024 ഇന്ത്യ നേടിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടിയ രാജ്യം എന്ന നേട്ടവും ഇന്ത്യ നേടിയിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടിയ രാജ്യമായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യ. 2023 ചാമ്പ്യൻസ് ട്രോഫി കിരീട ജേതാവ് ഇന്ത്യ തന്നെയാണ്. 2023 ജേതാവ് ഇന്ത്യയാണ്. ഇതാ നടന്നിരിക്കുന്നു. 2024 ജേതാവും ഇന്ത്യ തന്നെയാണ്. 2011, 2016, 2017, 2023, 2024 വർഷങ്ങളിലെ ചാമ്പ്യൻസ് ട്രോഫി കിരീടമാണ് ഇന്ത്യ നേടിയത്. ഇന്ത്യ ആകെ 5 ചാമ്പ്യൻസ് ട്രോഫി കിരീടമാണ് നേടിയിരിക്കുന്നത്. ഏതെല്ലാം വർഷമാണ്? 2011, 2016, 2017, 2023, 2024. അടുത്തടുത്ത് 2 തവണ ഇന്ത്യ ഇത് 2ാം തവണയാണ് കിരീടം നേടുന്നത് എന്നുകൂടി ഓർത്തിരിക്കുക. ദക്ഷിണ കൊറിയയെ തോൽപ്പിച്ച് പാകിസ്ഥാൻ 3ാം സ്ഥാനം നേടി. അപ്പോൾ 1ാം സ്ഥാനം ഇന്ത്യക്കാണ്, 2ാം സ്ഥാനം ചൈനയ്ക്കാണ്, 3ാം സ്ഥാനം പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ തോൽപ്പിച്ചത് ആരെയാണ്? ദക്ഷിണ കൊറിയയാണ്. ദക്ഷിണ കൊറിയയെ തോൽപ്പിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ 3ാം സ്ഥാനം നേടിയത്. ടൂർണമെന്റിലെ താരമായി തിരഞ്ഞെടുത്തത് ഹർമൻപ്രീത് സിംഗിനെയാണ്. ഇന്ത്യൻ ഹോക്കി ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗിനെയാണ് ടൂർണമെന്റിലെ താരമായി തിരഞ്ഞെടുത്തത്. ടോപ്പ് സ്കോററായി തിരഞ്ഞെടുത്തത് യാങ് ജിഹുൻ. ദക്ഷിണ കൊറിയയുടെ യാങ് ജിഹുൻ ആണ് ടോപ്പ് സ്കോററായി മാറിയത്. 2024 ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് ഹോക്കി മത്സരത്തിലെ ടോപ്പ് സ്കോററായി മാറിയത് യാങ് ജിഹുൻ, ദക്ഷിണ കൊറിയ. ഓർത്തിരിക്കുക, ഇന്ത്യയുടെ 5ാമത് ചാമ്പ്യൻസ് ലീഗ് കിരീടമാണ് ഇന്ത്യ നേടിയിരിക്കുന്നത്. ഇതിനു മുന്നേ 2011, 2016, 2017, 2023 ഇന്ത്യ ചാമ്പ്യൻസ് ലീഗ് ജേതാവായിരുന്നു എന്ന കാര്യം മറക്കരുത്.
ബഹിരാകാശം കീഴടക്കാൻ കേന്ദ്ര പദ്ധതി. അപ്പോൾ ബഹിരാകാശത്താണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വാർത്തകൾ നമ്മെ തേടി എത്തുന്നത്, ബഹിരാകാശത്ത് നിന്നാണ്. അപ്പോൾ ഇന്ത്യ ബഹിരാകാശം കീഴടക്കാൻ പുതിയ ചില പദ്ധതികൾ കൂടെ അംഗീകരിച്ചിരിക്കുകയാണ്. ഇന്ത്യക്കാരെ ചന്ദ്രനിലിറക്കി കല്ലും മണ്ണും ശേഖരിക്കുന്ന ചന്ദ്രയാൻ പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. അപ്പോ അടുത്ത നമ്മുടെ ചന്ദ്രയാൻ 4, ചന്ദ്രയാൻ 3 എന്താണ് പോയി ചുറ്റിക്കറങ്ങിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഇത് അടുത്തത് എന്താണ്? ചന്ദ്രയാൻ 4 ആണ്. ചന്ദ്രയാൻ 4ന്റെ പ്രത്യേകത ഇന്ത്യക്കാരെ ചന്ദ്രനിൽ ഇറക്കുക എന്നതാണ്. ചന്ദ്രനിൽ ഇറക്കുക എന്നതാണ് ചന്ദ്രയാൻ 4ന്റെ ലക്ഷ്യം. ചന്ദ്രനിൽ ഇറക്കുക മാത്രമല്ല, അവിടെ നിന്ന് എന്തൊക്കെ ശേഖരിക്കണം? കല്ലും മണ്ണും ഒക്കെ ശേഖരിക്കുന്ന പദ്ധതിയാണ് ചന്ദ്രയാൻ 4. ഈ ചന്ദ്രയാൻ 4 പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചിരിക്കുന്നു. സാമ്പിൾ ശേഖരിക്കുന്നതടക്കം 4 മൊഡ്യൂളുകൾ ഉൾപ്പെട്ടതാണ് പദ്ധതി. ഇപ്പോൾ ചന്ദ്രയാൻ 4ൽ ഉൾപ്പെട്ട മൊഡ്യൂളുകളുടെ എണ്ണം ചോദിച്ചാൽ 4 ആണ്. അതിലൊന്ന് സാമ്പിൾ ശേഖരിക്കുന്നതാണ്. 2028 ഡിസംബറിൽ വിക്ഷേപിക്കുന്ന ഇന്ത്യൻ ബഹിരാകാശ നിലയം അല്ലെങ്കിൽ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ, അതുമല്ലെങ്കിൽ BAS, എന്താണ്? ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ BAS 2028 ഡിസംബറിൽ വിക്ഷേപിക്കുന്ന ഇന്ത്യൻ ബഹിരാകാശ നിലയത്തിന്റെ ആദ്യ മൊഡ്യൂൾ വികസനത്തിനും കേന്ദ്ര മന്ത്രിസഭയുടെ അനുമതി ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ 2028 കൂടി ഇന്ത്യ എന്ത് ചെയ്യാണ്? ഇന്ത്യ സ്വന്തമായിട്ട് ഒരു ബഹിരാകാശ നിലയം സ്ഥാപിക്കുകയാണ്. 2028 തന്നെ സ്ഥാപിക്കില്ല, പണികൾ തുടങ്ങി വെക്കുകയാണ് ചെയ്യുന്നത്. 2032-35 കൂടി തന്നെ ഇന്ത്യക്ക് സ്വന്തമായ ഒരു ബഹിരാകാശ നിലയം ഉണ്ടാകുമെന്നാണ് നമ്മുടെ വിദഗ്ധർ പറയുന്നത്. 2028 ശുക്രന്റെ ഭ്രമണപഥത്തിലേക്ക് ഇന്ത്യയുടെ ആദ്യ ഗ്രഹാന്തര ദൗത്യത്തിനും അംഗീകാരം. നമ്മൾ ശുക്രനെയും വെറുതെ വിടുന്നില്ല. 2028 നമ്മൾ എങ്ങോട്ട് പോവുകയാണ്? ശുക്രനിലോട്ട് പോവുകയാണ്. നമ്മുടെ ശുക്രയാൻ പദ്ധതിയാണ് പറയുന്നത്. 2028 ശുക്രന്റെ ഭ്രമണപഥത്തിലേക്ക് ഇന്ത്യയുടെ ആദ്യ ഗ്രഹാന്തര ദൗത്യത്തിന് അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് ശുക്രയാന്റെ ലക്ഷ്യങ്ങൾ എന്ന് നോക്കാം. ശുക്രന്റെ ഉപരിതലം, ശുക്രന്റെ അന്തരീക്ഷത്തിൽ സൂര്യന്റെ സാമീപ്യം, വാസയോഗ്യവും ഭൂമിയുമായി സാമീപ്യമുള്ളതുമാണെന്ന് കരുതുന്ന ശുക്രന്റെ പരിണാമം എന്നിവയെക്കുറിച്ച് പഠിക്കുക എന്നതാണ് പ്രധാനമായും ശുക്രയാൻ പദ്ധതിയുടെ ലക്ഷ്യം. അപ്പോൾ എന്താണ്? നമ്മുടെ ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ശുക്രൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ വാസയോഗ്യവും ഭൂമിയുമായി സാമ്യമുള്ളതാണെന്ന് കരുതുന്ന ശുക്രന്റെ പരിണാമത്തെക്കുറിച്ച് പഠിക്കുക എന്നതും ശുക്രയാന്റെ ലക്ഷ്യമാണ്. ശുക്രന്റെ അന്തരീക്ഷത്തിൽ സൂര്യന്റെ സാമീപ്യം പഠിക്കണം, വാസയോഗ്യവും ഭൂമിയുമായി സാമ്യമുള്ളതുമാണെന്ന് കരുതുന്ന ശുക്രന്റെ പരിണാമത്തെ പറ്റി പഠിക്കണം, ശുക്രന്റെ ഉപരിതലത്തെ പറ്റി പഠിക്കണം. ഇതെല്ലാമാണ് ശുക്രയാന്റെ ലക്ഷ്യം. മോഹന സിംഗ് പറത്തും തേജസ്. എന്താണ് തേജസ്? ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധവിമാനമാണ് തേജസ്. ഈ തേജസ് പറത്തുന്ന ആദ്യത്തെ വനിതാ പൈലറ്റാണ് മോഹന സിംഗ്. 18ാം നമ്പർ സ്ക്വാഡ്രണായ ഫ്ലൈയിങ് ബുള്ളറ്റ്സിലെ അംഗമാണ് മോഹന. ജോധ്പൂരിൽ അടുത്തിടെ നടന്ന ഒരു കായിക അഭ്യാസമാണ് തരംഗ് ശക്തി. എന്താണ്? തരംഗ് ശക്തി. ജോധ്പൂരിൽ അടുത്തിടെ നടന്ന തരംഗ് ശക്തി എന്ന സൈനിക അഭ്യാസത്തിൽ മോഹന പങ്കെടുത്തു. അപ്പോ തരംഗ് ശക്തി എന്ന സൈനിക അഭ്യാസം നടന്നത് എവിടെയാണ്? ജോധ്പൂരിലാണ്. ഇതിലും മോഹന പങ്കെടുത്തിരുന്നു. അപ്പോൾ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധവിമാനമായ തേജസ് പറത്തുന്ന ആദ്യത്തെ വനിതാ പൈലറ്റാണ് മോഹന സിംഗ്. ഓർത്തിരിക്കുക, ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധവിമാനമായ തേജസ് പറത്തുന്ന ആദ്യ വനിതാ പൈലറ്റാണ് മോഹന സിംഗ്. ഇന്ത്യൻ വ്യോമസേനയിലെ ആദ്യ വനിതാ യുദ്ധവിമാന പൈലറ്റുമാരായ 3 പേരിൽ ഒരാളാണ് മോഹന. അപ്പോൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ആകെ 3 വനിതാ യുദ്ധവിമാന പൈലറ്റുമാരാണുള്ളത്. അതിലൊരാളാണ് മോഹന. അങ്ങനെയെങ്കിൽ മറ്റ് 2 വനിതാ യുദ്ധവിമാന പൈലറ്റ് ആരെല്ലാമാണ്? നമ്മൾ പഠിച്ചിട്ടുള്ള പേരുകളാണ്. അവനി ചതുർവേദി, മറ്റൊരാളാണ് ഭാവന കാന്ത്. അപ്പോൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ആകെ 3 വനിതാ യുദ്ധവിമാന പൈലറ്റുമാരാണുള്ളത്. അതിലൊരാളാണ് മോഹന സിംഗ്. മറ്റു 2 പേരാണ് അവനി ചതുർവേദി, ഭാവന കാന്ത്. ഓർത്തിരിക്കുക, അവനി ചതുർവേദി, ഭാവന കാന്ത്, മോഹന സിംഗ് എന്നിവരാണ് ഇന്ത്യൻ വ്യോമസേനയുടെ 3 വനിതാ യുദ്ധവിമാന പൈലറ്റുമാർ.
2016 വനിതകൾക്കും വ്യോമസേനയിൽ പൈലറ്റ് ആകാനുള്ള അവസരം നൽകിയത്. അപ്പോൾ 2016 വനിതകൾക്കും വ്യോമസേനയിൽ പൈലറ്റ് ആകാനുള്ള അവസരം നൽകിയത്. ഇപ്പോൾ 20ഓളം വനിതാ പൈലറ്റുമാർ സേനയിലുണ്ട്. ഇപ്പോൾ 20ഓളം വനിതാ പൈലറ്റുമാരാണ് സേനയിലുള്ളത്. അതിൽ തന്നെ യുദ്ധവിമാന പൈലറ്റുമാർ 3 വനിതകളാണ്. അവനി ചതുർവേദി, ഭാവന കാന്ത്, മോഹന സിംഗ്. പുതിയ രക്തഗ്രൂപ്പ് കണ്ടെത്തി MAL. അപ്പോൾ പുതുതായിട്ട് ഒരു രക്തഗ്രൂപ്പ് കണ്ടുപിടിച്ചിരിക്കുകയാണ്. അത് വളരെ പെട്ടെന്നുണ്ടായതല്ല. ദീർഘകാലത്തെ ഗവേഷണങ്ങൾക്കൊടുവിൽ പുതിയ രക്തഗ്രൂപ്പ് തിരിച്ചറിഞ്ഞ ശാസ്ത്രലോകം. അപ്പോൾ ദീർഘനാളത്തെ പരീക്ഷണത്തിനൊടുവിലാണ് പുതുതായിട്ട് ഒരു രക്തഗ്രൂപ്പ് തിരിച്ചറിഞ്ഞത്. 1972 ആദ്യമായി കണ്ടെത്തിയ ANWJ ബ്ലഡ് ഗ്രൂപ്പ് ആന്റിജനെ ചുറ്റിപ്പറ്റിയുള്ള 50 വർഷം പഴക്കമുള്ള നിഗൂഢതയാണ് ഈ വഴിത്തിരിവിന് പരിഹരിക്കുന്നത്. അപ്പോൾ എന്താണ്, കഴിഞ്ഞ 50 വർഷമായി ANWJ എന്ന ഒരു ബ്ലഡ് ആന്റിജനെ ചുറ്റിപ്പറ്റിയുള്ള ഗവേഷണത്തിന്റെ ഒരു വഴിത്തിരിവ് കൂടിയാണ് പുതുതായി കണ്ടെത്തിയ ഈ രക്തഗ്രൂപ്പ്. മാൾ എന്നറിയപ്പെടുന്ന MAL എന്നറിയപ്പെടുന്ന പുതിയ ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ബ്രിസ്റ്റോൾ യൂണിവേഴ്സിറ്റിയിലെയും NHS ബ്ലഡ് ആൻഡ് ട്രാൻസ്പ്ലാന്റിലെയും ഒരു സംഘം ശാസ്ത്രജ്ഞരാണ് തിരിച്ചറിഞ്ഞത്. അപ്പോൾ പുതുതായി കണ്ടുപിടിച്ച രക്തഗ്രൂപ്പ് ഏതാണ്? MAL ആണ് പുതുതായി കണ്ടെത്തിയ രക്തഗ്രൂപ്പ്. ഇത് കണ്ടുപിടിച്ചതാരാണ്? ബ്രിസ്റ്റോൾ യൂണിവേഴ്സിറ്റിയിലെയും NHS ബ്ലഡ് ആൻഡ് ട്രാൻസ്പ്ലാന്റിലെയും ഒരു സംഘം ശാസ്ത്രജ്ഞരാണ് MAL എന്ന ഈ പുതിയ ബ്ലഡ് ഗ്രൂപ്പ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്. വരും ക്ലാസ്സുകളിലൂടെ പുതിയ കണ്ടന്റുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്